BJPയും NDAയും നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പാർലമെൻറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ തവണയാണ് ഈ ഡീലിമിറ്റേഷൻ ബില്ല് വന്നിട്ട് പാസ്സാകാതെ പോയത്. അപ്പോൾ ഡീലിമിറ്റേഷൻ ബില്ല് വന്ന് പാസ്സാകാതെ പോയപ്പോൾ മുതൽ ചാക്കിട്ട് പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. ആ ചാക്കിട്ട് പിടുത്തം ബംഗാളിൽ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ട്. അതവിടെ നിൽക്കും. എംപിമാരെ ചാക്കിട്ട് പിടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അവിടെയാണ് ഇപ്പോൾ ഈ FCRA, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. എന്താ കാര്യം? ഇതെന്താണ് കാര്യം? ഇതെന്താണ് സംഭവം? ഫോറിൻ ഫണ്ടിങ് ആണ്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ്, NGOs, അങ്ങനെ ഒരുപാട് പല മേഖലകളിൽ, പല ഇനങ്ങളിൽ, പല കാറ്റഗറിയിൽ പെടുന്ന സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, രാജ്യത്തുണ്ട്. അപ്പോൾ ഈ ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് ഇത് ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫോറിൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് വന്ന ഈ ഭേദഗതിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എന്താക്കിയിരിക്കുന്നു, വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ കടുപ്പിച്ചിരിക്കുന്നു. നിയമങ്ങൾ ഒന്നുകൂടി ശക്തമായിട്ട് തിരിയാനും മറിയാനും സമ്മതിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കരുത്, മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ഈ ഫോറിൻ ഫണ്ട് ഉപയോഗിക്കരുത്. ലക്ഷ്യമിടുന്നത് രാജ്യത്തെ ക്രൈസ്തവരെയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. രാജ്യത്തെ ക്രൈസ്തവരെ എന്ന് പറയുമ്പോൾ രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ട്, ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ FCRAയിൽ ചട്ടഭേദഗതി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നവർക്ക് മുകളിൽ വലിയ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ വലിയ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും, അവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടും, അങ്ങനെ പല രീതിയിലുള്ള നിയമ നടപടികളിലേക്കും കാര്യങ്ങൾ പോകും. ഏത് നിയമ ഭേദഗതി കൊണ്ടുവന്ന് അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ചട്ടഭേദഗതിയും കൊണ്ടുവരുന്നത്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ FCRAയിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ഫോറിൻ ഫണ്ട് വരുന്നത് രാജ്യത്ത് മുസ്ലിമിനോ ക്രൈസ്തവനോ അല്ല, പിന്നെ ആർക്കാ? ഇത് വരുന്നത് RSSനാണ്. 2500-ലധികം ഇന്ത്യൻ വിദേശ ഓർഗനൈസേഷനുകളിൽ നിന്ന് RSS ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്. അതിൽ